എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കനക ആദർശനോട് പറയാം, ആദർശ് മോനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് നയന മോളുടെ സർജറി കഴിഞ്ഞ ഉടനെ ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അതെന്താമ്മ അങ്ങനെ പറയണേ? അല്ല, ഇതുവരെയായിട്ടും ദേവേനി എന്റെ മോളെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. അങ്ങനെയുള്ള ആ വീട്ടിലേക്ക് ഞാൻ ഇനി എങ്ങനെയാ നയന മോളെ വിടുന്നത്? ഒരു കാരണവശാലും വിടത്തില്ല. അത് മാത്രമല്ല, ഇനി ഇപ്പൊ അംഗീകരിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ നയനമോൾക്ക് നാളെ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേവേനി ആ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് നവ്യമോളായിരുന്നു കുടിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു വരെ പോയാനും നവ്യക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാണ്. അതുപോലെ തന്നെ നയനമോളും നാളെ നയനമോൾക്കും ഇങ്ങനൊരു ഗതി വരത്തില്ലെന്ന് ചോദിക്കുക. അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, അംഗീകരിക്കാത്ത ഒരു ബന്ധത്തിന് ഇനിയിപ്പം ഞാൻ തയ്യാറാകാൻ പോകുന്നില്ല. എന്റെ മോളെ എനിക്ക് വേണമെന്ന് പറയാം. ആദർശ് പറഞ്ഞു, ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലമ്മേ, എല്ലാം ശരിയാകുമെന്ന് പറയാ. എല്ലാം ശരിയാകും എന്നുള്ള വിശ്വാസം ഞാൻ കൊണ്ടായിരുന്നു മോനെ. അറിയാലോ ഗോവിന്ദേട്ടന് എത്രമാത്രം ഇഷ്ടമാന്ന്. നയനയാണെങ്കിലും നവ്യാണ്, എല്ലാവരും അതുപോലെ തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടന് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെയാണെങ്കിലും 2 അറ്റാക്ക് കഴിഞ്ഞ ആളാ. എന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. എത്ര ഇല്ലായ്മയാളും മക്കളെ പൊന്നുപോലെ നോക്കുന്ന ഒരു അച്ഛനാ അദ്ദേഹം. അങ്ങനെയുള്ള അച്ഛനോട് ഞാൻ എങ്ങനെ ഈ കാര്യം പറയണേ? ഇനിയിപ്പം ആ പാല് കുടിച്ചതിനെ പറ്റി അദ്ദേഹത്തിന് നല്ല സംശയമുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും? ആ ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അനന്തപുരിയിലേക്ക് വിടാനായിട്ട് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, എൻ്റെ നയനമോളെ സർജറി ചെയ്യുമ്പോൾ ഞാൻ വീട്ടിലേക്ക് കൂട്ടുകൊണ്ട് പോവാം. അല്ലെങ്കിലും അവിടെ ആരും അറിയാത്തടത്തോളം കാലം അങ്ങോട്ട് വിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ കേട്ടപ്പം ആദർശ് പറഞ്ഞു, സാരമില്ലമ്മേ, സർജറി ഒക്കെ ഒന്ന് കഴിയട്ടെ, നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കാന്ന് പറയണം. ആദർശാണ് വല്ലാത്തൊരു ടെൻഷനാണ്. ആ സമയത്താണ് നന്ദു അനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അനിയെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നീ എന്തെടുക്കുമെന്ന് ചോദിക്കാം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തുടങ്ങുമായിരുന്നു. എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചെന്ന് പറയാം. അതെന്താ നന്ദു അങ്ങനെ? അല്ല, എനിക്ക് നയനേടത്തിന്റെ കാര്യം ഓർത്തിട്ട്. ഓ അതാണോ? സാരമൊന്നുമില്ല, എടുത്തേക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലോ, ചെറിയ തലകറക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ബ്ലഡ് കൊടുത്തതിന്റെ ക്ഷീണോ, അത് മാറുമെന്നല്ല ഡോക്ടർ പറഞ്ഞെന്ന് ചോദിക്കാം. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, അത് മാത്രമല്ലല്ലോ, ബ്ലഡ് കൊടുക്കുക മാത്രമല്ല ചെയ്തേ, അല്ല കരള് പകത്ത് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തില്ലേന്ന് ചോദിക്കുകയാണ്. കരള് കൊടുക്കാനായിട്ടാ? എന്തൊക്കെയാ നന്ദു പറയണേന്ന് ചോദിക്കും. അല്ല ഇപ്പൊ ഇനി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കും. ഇല്ല, അതെ, നിന്റെ വെല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ട് കരൾ പകുത്ത് നൽകാനായിട്ട് തയ്യാറാന്ന് ആരാന്നറിയാവോ? എന്റെ നയനേടത്തിയാന്ന് പറയണേ. ഇത് കേട്ടതൊരു ഞെട്ടലായിരുന്നു അനിയില്ല. അനി അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അയ്യോ നന്ദു, ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയണം. ശരി, എനിക്ക് ടെൻഷൻ ഭയങ്കരം. എനിക്ക് അതോർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പൊ നിന്നെ വിളിക്കുകയാണെന്ന് ആശ്വാസം കിട്ടൂല്ലോ നിർത്താൻ വിളിച്ചാന്ന് പറയാം. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുമെന്ന് പറയണം. ശരി നന്ദു, ഞാനും വരുന്നുണ്ടെന്ന് പറയണം ഹോസ്പിറ്റലിലേക്ക്. പിന്നീട് അനി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുവാണ്. ആ സമയം ഹോസ്പിറ്റലിൽ കനക ആദർശനോട് പറഞ്ഞു, ഇതുവരെയായിട്ടും ഒന്നും അറിയത്തില്ലോ അകത്ത് ഡോക്ടർമാർ എന്താ ഒന്നും വന്ന് പറയാത്തെന്ന് ചോദിക്കാം. അതിന് കുറച്ച് സമയം എടുക്കുമേ. സമയമൊന്നും ആയിട്ടില്ലല്ലോ, ചെറിയ സർജറി അല്ല, മേജർ സർജറി അല്ലെന്ന് ചോദിക്കാം. എന്നാലും എനിക്ക് ആ പഴയ ടെൻഷൻ ഉണ്ട് മോനെന്ന് പറയണേ. എന്തിനാ അമ്മ ടെൻഷൻ അടിക്കണേ? ഒന്നും സംഭവിക്കില്ല. ദേ നയനയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, മുത്തശ്ശനും മുത്തശ്ശിയും അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നയനയ്ക്ക് എന്ത് സംഭവിക്കണം? നയനയ്ക്ക് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഓപ്പറേഷനൊക്കെ സക്സസ് ആയിരിക്കും, പേടിക്കണ്ടെന്ന് പറയണം. എന്നാലും എനിക്കൊരു ടെൻഷൻ ഉണ്ട് മോനെ. കാരണം പെറ്റമ്മയല്ലേ, ആ മനസ്സിന്റെ വേദന എത്രത്തോളം ആഴത്തിലുള്ളതായിരിക്കും എന്ന് ആദർശന് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് വരുവാണ്. അനിയെ കണ്ടതോ ആദർശ്, എടാ അനി, എന്റെ ആദർശേട്ടാ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നന്ദു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനടുത്ത് കരട് കൊടുക്കുന്നല്ലേ. അല്ല, ഇതെന്ത് പരിപാടി ആദർശേട്ടാ കാണിച്ച? വേറെ ആരെയെങ്കിലും അന്വേഷിക്കാൻ എല്ലാവരും ചോദിക്കണം. അല്ല അത് പിന്നീടാ ഞാൻ അവളോട് പറഞ്ഞ, പക്ഷെ അവൾ അതിനൊന്നും സംഭവിച്ചില്ല. അവള് പറയുന്നേ, ഇനി അധികം വൈകിപ്പിച്ചുകൂടാ, ഞാൻ കൊടുത്തോളാന്നാ പറയണേ. അതുകൊണ്ടാ. അല്ല ആദർശേട്ടാ, ഈ കരള് കൊടുക്കുന്നതും വൃക്ക കൊടുക്കുന്നതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എല്ലാരും ഒന്നും അതിന് തയ്യാറാവാറില്ല. എന്റെ ഭാര്യ തന്നെ കണ്ടില്ലേ, ഇതിപ്പോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഓടുന്ന വഴി പുല്ല് പോലും കിളക്കത്തില്ല. ഇത്തിരി ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് അവള് കൊടുത്തില്ല. അങ്ങനെയുള്ള അവളോടൊക്കെ ഈ കരളും കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ഈ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ വരും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എനിക്ക് കൊടുക്കാൻ സമ്മതമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തേരം ഇങ്ങനെ ചെയ്തേരം എന്നൊക്കെ പറഞ്ഞോണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരി അവള്. എന്ത് ചെയ്യാനാ, എല്ലാരും കൂടെ അവളെ പോലുള്ള ഒരുത്തിനെയല്ലേ എന്റെ തലയെ കെട്ടിവെച്ചേ. ആ നന്ദു അങ്ങനെ ജീവിതത്തിലേക്ക് വരുമായിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിച്ചാരെന്ന് പറയണം. ഇത് കേട്ടതും കനയ്ക്ക് 2 കണ്ണും നിറഞ്ഞൊഴുകി. അപ്പോഴേക്കാണ് നന്ദു അങ്ങോട്ട് വരുന്നേ. നന്ദു വന്നിട്ട് കനയോട് എങ്ങനെയുണ്ട് നയനടുത്തേക്ക്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ഒന്നും അറിയത്തില്ല മോളെ, സർജറി ചെയ്യാൻ കേട്ടിരിക്കുമെന്ന് പറയണം.
അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? ഒന്നും അറിഞ്ഞിട്ടില്ലമ്മേ, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അച്ഛൻ ഒന്ന് രണ്ട് വട്ടം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നയനടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. നയനടുത്തേക്ക് നല്ല തിരക്കാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക ഓരോ കാര്യത്തിനും, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം നയനെ എപ്പോഴും തന്നെ വീട്ടിലേക്ക് വിളിക്കുന്ന. അപ്പം ഗോവിന്ദന് സംശയങ്ങളൊന്നും തോന്നണ്ടല്ലെന്ന് കരുതിയിട്ടാണ് നന്ദു അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഡോക്ടർ അങ്ങോട്ട് ആദർശ് ചോദിച്ചു, എങ്ങനെയുണ്ട് ഡോക്ടറെ? കുഴപ്പമൊന്നുമില്ല, സർജറി സക്സസ് ആയിരുന്നു. ദേ മരുമോളും മരുമോളുടെ കടമ ചെയ്തു. ഇനിയിപ്പോൾ അമ്മായിമ്മയുടെ കാര്യമാണ്. ഇനി അമ്മായിമ്മയും കൂടെ സർജറി ചെയ്ത് ഓക്കെ ആക്കൂടെ, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയണ. അതെ, ബോധം വീണിട്ടില്ല, കുറച്ചു നേരം കഴിയുമ്പോഴും ബോധം വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകണം. അപ്പോഴാണ് ആദർശിനും കനയ്ക്കും അവർക്ക് എല്ലാവർക്കും സന്തോഷമായത്. കനവൻ, ദൈവമേ നീ എന്റെ പ്രാർത്ഥന കേട്ടു, അവക്കൊരു കുഴപ്പമുണ്ടായില്ലോ എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് ആദർശം, അതെ ഞാൻ അകത്തേക്ക് പോയിട്ട് അമ്മേനെ ഒന്ന് കണ്ടേ, ഇനിയിപ്പോൾ അമ്മേനെ സർജറി അല്ലേ, അമ്മേനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ കണ്ണടച്ച് കിടക്കുമായിരുന്നു. പിന്നീട് ആദർശ് ചെന്നിറങ്ങിയപ്പോൾ ദേവേനെ കണ്ണുറന്ന് നോക്കുവാണ്. കണ്ണുറന്ന് പറഞ്ഞു, എടാ മോനെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ സർജറി ചെയ്യാൻ കേട്ടുന്നതിന് മുമ്പ് എനിക്ക് ആ മോളെ ഒന്ന് കാണണമെന്നുള്ള, എനിക്ക് കരള് പുറത്തെടുക്കാൻ തയ്യാറായി ആ പെൺകുട്ടീനെ കാണണമെന്ന്. എന്നിട്ട് എന്താണ് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാത്തെന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മ ഒരാ തവണ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ അമ്മ ആ സമയത്ത് നല്ല മയക്കത്തിലായിരുന്നു, അതുകൊണ്ട് അമ്മ അറിയാതെ പോയെന്ന് പറയാം. എന്നാലും എന്നെ ഒന്ന് വിളിക്കണ്ടായിരുന്നു. അതൊന്നും സാരില്ലമ്മേ. ദേ ആദർശെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾക്ക് എന്ത് വേണം ചെയ്തു കൊടുക്കണം കേട്ടോ. അത് ഒന്നിനും അവൾക്കൊരു കുറവൊന്നും ഉണ്ടാവരുതെന്ന് പറയണേ. ഇല്ലമ്മേ, ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. അല്ല, ആ പെൺകുട്ടിക്ക് എത്ര പ്രായം വരുമെന്ന് ചോദിക്കുക. ഏകദേശം ഒരു 10-25 വയസ്സ് കാണുമായിരിക്കും എന്നറിയാം. കല്യാണം കഴിഞ്ഞ കുട്ടിയാണോ? അതെ. കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, അതെ അമ്മേ, അമ്മ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടെന്ന് പറയും. ദേ അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് ശരിയാന്നേ, എനിക്ക് ചിന്തിക്കണ്ടേന്ന് ചോദിക്കാം. എടാ മോനെ, ആ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ എനിക്ക് കള്ള് ഭാഗത്ത് നൽകുന്നതിന്? ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയണ. അതെ, അവൾക്ക് ജോലി എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. ജോലി ഇല്ല എന്ന് പറയണ, ഹൗസ് വൈഫ് എന്ന് പറയണ. എങ്കില് ഒരു കാര്യം ചെയ്യാൻ, നമ്മുടെ കമ്പനിയിൽ അവൾക്ക് ഒരു ജോലി കൊടുക്കണമെന്ന് പറയാം. അല്ല, അവളുടെ ഭർത്താവിന് എന്താ ജോലി? ബിസിനസ്സാന്ന് പറയണ. ഇത്രയും സമയം പറഞ്ഞല്ല ആദർശിന്റെ കാര്യങ്ങളൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ, അവൾക്ക് വേറെ ക്ഷീണങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലേ? അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഇല്ലമ്മേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ അതിനൊക്കെ തയ്യാറാകുമോ? പിന്നെ നമ്മുടെ നയനയുടെ അത്ര വരും, നമ്മുടെ നയനയുടെ പോലെ തന്നെ ഹൈറ്റും വെയിറ്റും പ്രായം ഏകദേശം അത്ര വരും എന്ന് പറയണ. ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞേ, അവളുടെ കാര്യം നിന്നോട് മിണ്ടൽ ഞാൻ പലപ്പോഴും പറഞ്ഞ, അവളുടെ പേര് കേൾക്കുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല. അവളായിരുന്നെങ്കിൽ ഇപ്പോഴെനിക്ക് കരൾ പുറത്ത് നൽകുവായിരുന്നോ? ഇത് കേട്ട ആദർശം ഒരു പക്ഷേ നയനയായിരുന്നെങ്കിൽ ചിലപ്പോൾ തന്നേനെന്ന് പറയാം. പിന്നെ തന്നേനം, അവൾക്ക് ഈ വായത്താളം മാത്രമേ ഉള്ളൂ. അവള് കരള് പോയിട്ട് ബ്ലഡ് പോലും തരാൻ കൂട്ടാക്കില്ലായിരുന്നു, പിന്നെയല്ലേ കരൾ എനിക്ക് തരാൻ പോന്നേ. ഇതൊക്കെ പറഞ്ഞിട്ട് ദേവന് ഭയങ്കര രോഷാവലിയാകുകയാണ്. ആദർശ് പറഞ്ഞു, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, വെറുതെ എന്തിനാ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ. അമ്മ സമാധാനത്തിൽ കിടക്ക് എന്ന് പറയണ. എങ്ങനെ സമാധാനം ഉണ്ടാവും? ഇടയ്ക്ക് ആ നയനയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നതാ. അവള് കാരണമായി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഞാനിവിടെ നിന്ന് ഇറങ്ങിയോട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയണം. ആദർശ് പറയണമെന്നുണ്ട് ആ നയനയുടെ കാരുണ്യാന്ന്. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറയും ചിലപ്പോൾ എനിക്ക് അവളുടെ കരൾ എനിക്ക് വേണ്ട, അങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ കടുംപിടുത്തം പിടിക്കും. അതുകൊണ്ട് ആദർശ് പിന്നെ ഒന്നും പറയാനായിട്ട് പോയില്ല. അങ്ങനെ ആദർശ് പുറത്തേക്ക് ഇറങ്ങി വരിക. ഈ സമയത്ത് കനക ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ? കുഴപ്പമില്ല എന്ന് പറയാണ്. പിന്നീട് ആദർശ് നേരെ നയനയെ കാണാനായിട്ട് ചെല്ലുവാണ്. നയനയെ കണ്ടുവച്ചപ്പോൾ തന്നെ നയന മയക്കത്തിലായിരുന്നു. മയക്കത്തിൽ നിന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. കുറെ സമയം നോക്കിയിരുന്നു. പക്ഷെ നോക്കിയിരുന്നപ്പോൾ തന്നെ ആദർശന്റെ 2 കണ്ണും നിറഞ്ഞൊഴുകി. സങ്കടം സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇവളില്ലായിരുന്നെങ്കിൽ തന്റെ അമ്മയുടെ ജീവിതം ഇപ്പം തനിക്ക് നേരെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലായിരുന്നു, അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ ആദർശന് സങ്കടം സഹിക്കാൻ പറ്റില്ല. ആദർശ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പിന്നീട് നന്ദി ചോദിച്ചു, അല്ല ആദർശേട്ടാ, നയനടുത്തേക്ക് ബോധം വന്നോന്ന് ചോദിക്കാം. ഇല്ലാന്ന് പറയാം. എനിക്ക് കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. പക്ഷേ എങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ, ഇത് കേട്ടോ അനി പറഞ്ഞു, കണ്ടിട്ട് പോയാൽ എന്താ കുഴപ്പം? ഇവിടെ നിൽക്കുക, ധൈര്യമായിട്ട് നിൽക്കുക, ആരെയെ പേടിക്കണേ? ഒന്നുമില്ലേലും ഇതേ വല്യമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കരള് കൊടുത്ത ആളുടെ അനിയത്തിയല്ലേ, ആ പരിഗണനയെങ്കിലും കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ ഒളിച്ചോറേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യത്തോടെ ഇവിടെ നിൽക്കണം. ആരെന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ എന്താ അർഹത എന്ന് ഒറ്റ ചോദ്യം അങ്ങ് ചോദിച്ചാൽ മതി. ഇനിയിപ്പോൾ അനാമിക വന്നാലും ആര് വന്നാലും ശരി, ഇങ്ങനെ നാണം കിട്ട് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം. ഇത് കേട്ടോ നന്ദു പറഞ്ഞു, അല്ല അനി, എനിക്കറിയാം ഞങ്ങൾ നമ്മളുടെ വഴക്കോർത്തിട്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ പറയണത്. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അതൊന്നും നോക്കുന്നില്ല നന്ദുവിനി. എനിക്ക് എൻ്റെ ജീവിതത്തിനും കൂടെ പ്രാധാന്യം കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചിരുന്ന സമയത്ത് ആദർശം, അത് ശരിയാ. കാരണം ഇനി എന്തിനാ ആരെ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ
വേറെ ആരെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറയാണ്. അങ്ങനെ കുറച്ച് സമയം കൂടെ കടന്നുപോയി. ഈ സമയത്ത് അനി അങ്ങോട്ടേക്ക് പോവാണ്. അനി അങ്ങോട്ടേക്ക് പോണ സമയത്ത് നന്ദുവിനോട് കനക പറഞ്ഞു, അല്ല മോളെ, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സർജറി കഴിയുമ്പോൾ അച്ഛനോട് പറയണ്ടേ? എനിക്ക് പറയണം, പക്ഷേ ഈ സർജറി ആയി കഴിഞ്ഞു കുഴപ്പമില്ലല്ലോ, ഇനി എപ്പോൾ വെള്ളം പറയാന്ന് പറയാം. പക്ഷെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോവിന്ദന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം. അത് കുഴപ്പമില്ലമ്മേ, ഞാൻ വീട്ടിലേക്കൊക്കെ ചെന്നിട്ട് മതി, ഇപ്പം എടുത്തടിച്ചാടി ഒന്നും പറയണ്ട, കാരണം കുറച്ചുകൂടെ കഴിയട്ടെ, ഒരു സാവകാശം കിട്ടട്ടെ, അതിനുശേഷം പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ആ സമയത്ത് ആദർശ് പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും അവളുടെ പേര് കേൾക്കുന്നതിന് ദേഷ്യമാണ്, അമ്മ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കുന്ന പോലും ഇല്ലെന്ന് പറയാണ്. കനക പറഞ്ഞു, എന്ത് ചെയ്യാനാ ആദർശ്, സാരമില്ല, കുറച്ച് നാളത്തേക്ക് അവള് വീട്ടിൽ വന്ന് നിൽക്കട്ടെ, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങുമായിരിക്കും എന്ന് പറയാം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നമ്മേ, കാരണം ഞാൻ മലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞ സമയത്തും എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ, നയനെ അമ്മയും തമ്മിൽ ഒന്നാവണേ, അവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ തീരണമെന്ന്. ഒരു പക്ഷേ മാല ഇട്ട് ശബരിമല എത്തുന്നതോട് കൂടിയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീരുമായിരിക്കും. എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കത്തില്ല അമ്മയെന്ന് പറയാണ്. ഇത് കേട്ടതും കനക പറഞ്ഞു, ഉറപ്പായിട്ടും കേൾക്കും മോനെ, അതുകൊണ്ടല്ലേ അവൾക്ക് ഒരു കുഴപ്പമില്ല, സർജറി ഒക്കെ നന്നായിട്ട് നടന്നേ, മോൻ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.